ഇൻവേഴ്സ് ഫങ്ഷൻസ്. അപ്പോൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത് ഡിഫറൻസിയേഷൻ ഓഫ് നാച്ചുറൽ ലോഗരിതമിക് ഫങ്ഷൻസ്. ഇനി പറയുന്നത് ഇൻവേഴ്സ് ഫങ്ഷൻ. ഇവിടെ നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട് എഫ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷന്റെ ഇൻവേഴ്സ് എന്താണെന്നുള്ളത്. അതായത് ഐഡന്റിറ്റി ഫംഗ്ഷൻ കിട്ടാൻ വേണ്ടി നമ്മൾ മൾട്ടിപ്ലൈ കോമ്പോസിഷൻ ഒക്കെ വരുമ്പോൾ ചെയ്യുന്നതാണ് ഇൻവേഴ്സ്. അപ്പൊ ഇവിടെ എ ഫംഗ്ഷൻ ഡെഫിനേഷൻ ആണ്, എ ഫംഗ്ഷൻ ജി ഈസ് ദ ഇൻവേഴ്സ് ഓഫ് ദ ഫംഗ്ഷൻ എഫ്. ജി എന്ന് പറയുന്നത് എഫ് എന്ന് പറയുന്ന ഫംഗ്ഷന്റെ ഇൻവേഴ്സ് ആണെന്ന് പറയണമെങ്കിൽ അതിന്റെ കണ്ടീഷൻ ആണ് എഫ് ഓഫ് ജി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ഫോർ ഓൾ അല്ലെങ്കിൽ ഫോർ എവരി എക്സ് ഇൻ ദ ഡൊമൈൻ ഓഫ് ജി. ഇവിടെ എക്സ് എന്ന് പറയുന്നത് ഡൊമൈൻ ഓഫ് ജി ആണ്. ആൻഡ് ബിക്കോസ് ജി ഈസ് ദ ഫംഗ്ഷൻ ഓഫ് എക്സ് ആൻഡ് എഫ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് ജി ഓഫ് എക്സ് ആൻഡ് ജി ഓഫ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ഫോർ എവരി എക്സ് ഇൻ ദ ഡൊമൈൻ ഓഫ് എഫ്. അപ്പൊ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ഈ രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താലേ ജി ഈസ് ദ ഇൻവേഴ്സ് ഓഫ് എഫ് എന്ന് പറയാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ ഇക്വാലന്റ്ലി ജി ഈസ് ദ ഇൻവേഴ്സ് ഓഫ് എഫ് if the following condition is satisfied: y equal to f of x if and only if. if and only if condition നമുക്കറിയാം ഡബിൾ സൈഡ് ആണ്. അതായത് ലോജിക്കൽ പഠിച്ചിട്ടുണ്ട് ഇഫ് കണ്ടീഷൻ, ഇഫ് ദെൻ കണ്ടീഷൻ എന്താണ്, ഇഫ് ആൻഡ് ഓൺലി ഇഫ് കണ്ടീഷൻ എന്താണെന്നുള്ളത് രണ്ട് സൈഡിലോട്ടും. അപ്പോൾ y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് എക്സ് ഈക്വൽ ടു ജി ഓഫ് വൈ. അതായത് എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ മാറി ജി ഓഫ് വൈ ആവും, വേർ ജി ഈക്വൽ ടു എഫ് ഇൻവേഴ്സ്. അതാണ് ഇങ്ങനെ എഴുതാൻ കഴിയുന്നുണ്ടെങ്കിലാണ് എന്ത് പറയാ, ജി ഈസ് ദ ഇൻവേഴ്സ് ഓഫ് എഫ് എന്ന് പറയാം. ഫോർ ഓൾ എക്സ് ഇൻ ദ ഡൊമൈൻ ഓഫ് എഫ് ആൻഡ് ഫോർ എവറി വൈ ഇൻ ഇറ്റ്സ് റേഞ്ച്. ദ ഇൻവേഴ്സ് ഓഫ് എഫ് ഈസ് നോർമലി ഡിനോട്ടഡ് ബൈ എഫ് ഇൻവേഴ്സ്. അതായത് ഇപ്പൊ ഇവിടെ ഈ കേസിൽ നോക്കുകയാണെങ്കിൽ ജി എന്ന് പറയുന്നതാണ് എഫിന്റെ ഇൻവേഴ്സ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ജി ഈക്വൽ ടു എഫ് ഇൻവേഴ്സ് എന്ന് എഴുതാം. അപ്പൊ അതിനെ ഡിനോട്ട് ചെയ്യുന്നതാണ് എഫ് ഇൻവേഴ്സ്, എഫ് റേസ് ടു മൈനസ് 1 എഴുതുന്നതാണ് എഫ് റേസ് ടു മൈനസ് 1, റീഡ് ചെയ്യുന്നത് എഫ് ഇൻവേഴ്സ്. ദെൻ ഒരു നോട്ട് പറയുന്നത് ഗ്രാഫ് ഓഫ് എഫ് ഇൻവേഴ്സ് ഈസ് ദ റിഫ്ലക്ഷൻ ഓഫ് ദ ഗ്രാഫ് ഓഫ് എഫ് വിത്ത് റെസ്പെക്ട് ടു ദ ലൈൻ y ഈക്വൽ ടു എക്സ് ആൻഡ് വൈസ് വേഴ്സ. അതായത് y ഈക്വൽ ടു എക്സ് എന്ന് പറയുന്ന ഐഡന്റിറ്റി ഫംഗ്ഷൻ അതിന്റെ ഗ്രാഫ് നമുക്കറിയാം. ഇതാണ് y ഈക്വൽ ടു എക്സ് എന്ന് പറയുന്ന ഗ്രാഫ്. ഓക്കെ, ദെൻ ഇതിലെ എഫ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷന്റെ ഇത് ഐഡന്റിറ്റി ഫംഗ്ഷൻ ആണ് y ഈക്വൽ ടു എക്സ്. അപ്പോൾ എഫ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ നമുക്ക് തരുന്ന ഗിവൺ ഒരു ഫംഗ്ഷന്റെ ഇൻവേഴ്സ്, എഫ് ഇൻവേഴ്സ് എന്ന് പറയുന്നതിന്റെ ഗ്രാഫ്, അതായത് എഫിന് ഒരു ഗ്രാഫ് ഉണ്ടാവും. അപ്പൊ എഫ് ഇൻവേഴ്സിന്റെ ഗ്രാഫ് എന്ന് പറയുന്നത് വിത്ത് റെസ്പെക്ട് ടു y ഈക്വൽ ടു എക്സ് എന്ന് പറയുന്ന ലൈൻ, ഇതിന് വിത്ത് റെസ്പെക്ട് ടു ആയിട്ട് റിഫ്ലക്ഷൻ ആയിരിക്കും, എഫിന്റെ റിഫ്ലക്ഷൻ ആയിരിക്കും എഫ് ഇൻവേഴ്സ് എന്ന് പറയുന്നത്. ഇനി ഇതിൽ കുറച്ച് എക്സാമ്പിൾസ് ആണ് നോക്കാനുള്ളത്, ഗ്രാഫിക്കലി കാണിച്ചിട്ടുണ്ട് എക്സാമ്പിൾസ്. അതിൽ ഫസ്റ്റ് വൺ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മൈനസ് 2x പ്ലസ് 4. ദെൻ എഫ് ഈസ് എ വെൽ ഡിഫൈൻഡ് ഫംഗ്ഷൻ. ഇവിടെ നമ്മൾ ഡൊമൈൻ ആദ്യം കണ്ടുപിടിക്കുക. ദാറ്റ് ഈസ് ഡൊമൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെറ്റ് ഫോൾ എക്സ് വാല്യൂസ് എടുക്കുന്ന ഇന്റർവെൽ അല്ലെങ്കിൽ സെറ്റ് ഏതാണെന്നുള്ളത്. അപ്പൊ എഫ് ഈസ് എ വെൽ ഡിഫൈൻഡ് ഫംഗ്ഷൻ ഓൺ ദ സെറ്റ് ഫോൾ റിയൽ നമ്പേഴ്സ്. ഇവിടെ നമുക്ക് എക്സിന് ഏത് വാല്യൂസ് വേണമെങ്കിൽ കൊടുക്കാം, റിയൽ നമ്പേഴ്സ്. ദാറ്റ് ഈസ് മൈനസ് ഇൻഫിനിറ്റി ടു, ഇവിടെ ഡൊമൈൻ എന്ന് പറയുന്നത് മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി. നമുക്ക് സെറ്റ് ഫോൾ റിയൽ നമ്പേഴ്സ് ആയിട്ട് എടുക്കാം. ദെൻ ഫോർ എനി റിയൽ വൈ, ഏതൊരു റിയൽ വാല്യൂ y എടുത്തു കഴിഞ്ഞാലും y ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് മീൻസ് y ഈസ് ഈക്വൽ ടു മൈനസ് 2x പ്ലസ് 4. ഇവിടെ നിന്ന് നമുക്ക് എക്സിനെ കണ്ടുപിടിക്കാം. മൈനസ് 2x ഈക്വൽ ടു y മൈനസ് 4. ദെൻ എക്സ് ഈക്വൽ ടു മൈനസ് 1/2y പ്ലസ് 4/2 എന്ന് വരും. 2നെ ഡിവൈഡ് ചെയ്യുമ്പോൾ ദാറ്റ് ഈസ് 2. അപ്പൊ ഇവിടുന്ന് എക്സ് കിട്ടി. അപ്പൊ ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും എഫ് ഓഫ് ജി ഓഫ് വൈയും നമ്മുടെ ഫസ്റ്റത്തെ കണ്ടീഷൻ എഫ് ഓഫ് ജി ഓഫ് വൈ എടുത്തു കഴിഞ്ഞാൽ വൈ കിട്ടും, ജി ഓഫ് എഫ് ഓഫ് എക്സ് എടുത്തു കഴിഞ്ഞാൽ എക്സ് കിട്ടും. ഹെൻസ് ജി ഈസ് ദ ഇൻവേഴ്സ് ഓഫ് എഫ്, അതായത് ജി ഈസ് ഈക്വൽ ടു എഫ് ഇൻവേഴ്സ് എന്ന് കിട്ടും. ഇനി ഇതിന്റെ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആണ്. ദ ഇൻവേഴ്സ് ഫംഗ്ഷൻ ക്യാൻ ബി റിട്ടൺ ആസ് എഫ് ഇൻവേഴ്സ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഇൻവേഴ്സ് ഓഫ് എക്സ്, ദാറ്റ് ഈസ് ജി. ജി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു, ഇതാണ് ഇവിടുത്തെ എന്ത്
നമുക്ക് y തരും, നമ്മൾ അതിൽ നിന്ന് കണ്ടുപിടിക്കുന്ന ഈ എക്സ് വാല്യൂ ദാറ്റ് ഈസ് ജി ഓഫ് വൈ, അതാണ് നമ്മുടെ എഫ് ഇൻവേഴ്സ് ഓഫ് എക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ y ആണെങ്കിലും നമ്മൾ അതിന് ഇതിപ്പോ എക്സ് ആണ്, സോ ഇതിനെ നമ്മൾ ഫംഗ്ഷൻ എക്സിന്റെ ഒരു ഫംഗ്ഷൻ ആക്കി എഴുതുമ്പോൾ ജി ഓഫ് എക്സ് എന്ന് എഴുതുമ്പോൾ ഇവിടുത്തെ വാരിയബിൾ ചേഞ്ച് ചെയ്ത് എന്താക്കുക, എക്സിന്റെ വാരിയബിളിലേക്ക് ആക്കുക. ദാറ്റ് ഈസ് -1/2 എക്സ് പ്ലസ് 2 എന്ന് എഴുതാം. ഇതാണ് നമ്മുടെ എഫ് ഇൻവേഴ്സ് ഓഫ് എക്സ്. എഫ് ഇൻവേഴ്സ് ഓഫ് വൈ ആയിരുന്നെങ്കിൽ ഇവിടെ y ആവും. ഇനി ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഇതാണ്. നമ്മൾ പറഞ്ഞ റിഫ്ലക്ഷൻ ആണെന്ന്. എഫ് എന്ന് പറയുന്ന ഫംഗ്ഷന്റെ ഗ്രാഫ് ദാറ്റ് ഈസ് y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഈക്വൽ ടു -2x + 4 എന്ന് പറയുന്ന ലൈൻ. ഇതാണ് ആ ലൈന്. ഇത് y ഈക്വൽ ടു എക്സ് എന്ന് പറയുന്ന സിമെട്രിക്കൽ ലൈന്, ഐഡന്റിറ്റി ഫംഗ്ഷന്റെ ലൈന്. ഇനി ഇതിന്റെ ഇൻവേഴ്സ് ഫംഗ്ഷൻ, അതായത് എഫ് ഇൻവേഴ്സിന്റെ ഗ്രാഫാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഈ ലൈനിന്റെ റിഫ്ലക്ഷൻ ദാറ്റ് ഈസ് ഇത് y ഈസ് ഈക്വൽ ടു എഫ് ഇൻവേഴ്സ് ഓഫ് എക്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു -1/2 എക്സ് പ്ലസ് 2. നമ്മളിവിടെ കണ്ടുപിടിച്ച ഇൻവേഴ്സ്. ഇതാണ് ഫസ്റ്റത്തെ എക്സാമ്പിൾ. ഇനി സെക്കൻഡ് വൺ, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ക്യൂബ്. എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ് ക്യൂബ് ദാറ്റ് ഈസ് y ഈസ് ഈക്വൽ ടു എക്സ് ക്യൂബ്. അപ്പൊ നമ്മളിവിടെ കോമ്പോസിഷൻ കണ്ടുപിടിക്കുന്ന സമയത്ത് എഫ് ഡോട്ട് ജി ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഡോട്ട് ജിയുടെ ഡെഫിനേഷൻ എഫ് ഓഫ് ജി ഓഫ് എക്സ് നമ്മൾ നേരത്തെ ചെയ്തത്. ഇതാണ് കോമ്പോസിഷൻ ഓഫ് ഫംഗ്ഷൻസ്. അതായത് മൾട്ടിപ്ലിക്കേഷൻ, ഫംഗ്ഷൻസിലുള്ള മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്ന അവിടെ ഒരു നമ്മൾ ഓപ്പറേഷൻസ് കുറെ ഡിഫൈൻ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവിടെ മെയിൻ ആയിട്ട് വരുന്ന ഫംഗ്ഷൻസിൽ വരുന്ന ഓപ്പറേഷൻ ആണ് കോമ്പോസിഷൻ എന്ന് പറയുന്നത്. എഫ് ഓഫ് ജി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു ജി ഓഫ് എക്സ് എഫ് ഓഫ് ജി ഓഫ് എക്സ്. എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് ക്യൂബ് ദാറ്റ് ഈസ് എഫ് ഓഫ് ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജി ഓഫ് എക്സ് ദ ഹോൾ ക്യൂബ്. ജി ഓഫ് എക്സ് ദ ഹോൾ ക്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജി ഓഫ് എക്സ് എന്താണെന്ന് നമ്മൾ ആദ്യം എഴുതണം. ദാറ്റ് ഈസ് ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, എക്സ്. ഇതിൽ നിന്ന് എക്സിനെ കണ്ടുപിടിക്കുക. ദാറ്റ് ഈസ് എക്സ് ഇസ് ഈക്വൽ ടു വൈ റേസ് ടു ക്യൂബിനെ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ 1/3 ദാറ്റ് ഈസ് ഈക്വൽ ടു y റേസ് ടു 1/3 മീൻസ് ക്യൂബിക് റൂട്ട് ഓഫ് y. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇതാണ് നമ്മുടെ ജി ഓഫ് എക്സ്. ദാറ്റ് ഈസ് ഇവിടെ എക്സ് ആക്കി എഴുതിയാൽ മതി. ജി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു ക്യൂബിക് റൂട്ട് ഓഫ് എക്സ്. അപ്പൊ ഇവിടെ എന്താണ് നമുക്ക് എക്സ് ഈക്വൽ ടു കിട്ടുന്നത്, അതിനെ y വേരിയബിൾ മാറ്റി എക്സ് ആക്കി എഴുതുന്നതാണ് ജി ഓഫ് എക്സ്. അപ്പൊ നമ്മളിവിടെ കിട്ടിയത് ജി ഓഫ് എക്സ് ഹോൾ ക്യൂബ് എന്നായിരുന്നു. സോ ഇവിടെ കിട്ടിയ ജി ഓഫ് എക്സിനെ ഇങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ക്യൂബിക് 3 ഇൻറ്റു റൂട്ട് എക്സ് അല്ല, ക്യൂബിക് റൂട്ട് ഓഫ് എക്സ് ഹോൾ ക്യൂബ് എന്നാണ്. ദാറ്റ് മീൻസ് ക്യൂബിക് റൂട്ട് ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, എക്സ് റേസ് ടു 1/3. എക്സ് റേസ് ടു 1/3 ആണ് ക്യൂബിക് റൂട്ട് എന്ന് പറഞ്ഞത്. റേസ് ടു 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3/3 എന്ന് വരും. 3/3 മീൻസ് 1. അപ്പൊ ഇവിടെ എന്ത് കിട്ടും, എക്സ് തന്നെ കിട്ടും. അതേപോലെ അടുത്തത് ജി ഡോട്ട് എഫ് ഓഫ് എക്സും. ജി ഡോട്ട് എഫ് ഓഫ് എക്സ് കണ്ടുപിടിക്കും ജി ഓഫ് എഫ് ഓഫ് എക്സ്. ഇത് ഫ്രം എഫ്, ഫസ്റ്റ് എഫ് പിന്നെ ജി. ക്യൂബിക് റൂട്ട് ഓഫ്, അതായത് ജി ഓഫ് എഫ് ഓഫ് എക്സ് ആണ്. ജി എന്ന് പറയുന്ന ഫംഗ്ഷൻ ക്യൂബിക് റൂട്ട് ഓഫ് എക്സ് ആണ്. അപ്പൊ എക്സിന് പകരം ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ള എഫ് ഓഫ് എക്സ്. ദാറ്റ് ഈസ് ക്യൂബിക് റൂട്ട് ഓഫ് എഫ് ഓഫ് എക്സ്. ദെൻ അതിന്റെ ഉള്ളിൽ എന്ത് കൊടുക്കുക, എഫ് ഓഫ് എക്സ് കൊടുക്കുക. റൂട്ടിന്റെ ഉള്ളിൽ എഫ് ഓഫ് എക്സ് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് ക്യൂബ്. ദാറ്റ് ഈസ് ഈ ക്യൂബിക് റൂട്ട് നമുക്ക് ഔട്ട് സൈഡ് എടുക്കുമ്പോൾ റേസ് ടു 1/3. 3 ഇൻറ്റു 1/3 3 റേസ് ടു എക്സ് ക്യൂബ് റേസ് ടു 1/3 മീൻസ് 3/3 ദാറ്റ് ഈസ് എക്സ് എന്ന് കിട്ടും. ഫോർ എവറി എക്സ് എലമെന്റ് ഓഫ് -∞ ദാറ്റ് ഈസ് റിയൽ നമ്പേഴ്സ്. ഡൊമൈൻ എന്ന് പറയുന്നത് ഇവിടെ റിയൽ നമ്പേഴ്സ് ആണ്. അപ്പൊ ഇവിടുന്ന് എഫ് ഇൻവേഴ്സ് ഓഫ് എക്സ് എന്ന് പറയുന്നത്, കാരണം ഇത് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ ഈ രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്, ഐഡന്റിറ്റി ഫംഗ്ഷൻ കിട്ടുന്നുണ്ട്. സോ എഫ് ഇൻവേഴ്സ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഇവിടുത്തെ ജി ഓഫ് എക്സ് ആണ്. ദാറ്റ് ഈസ് ക്യൂബിക് റൂട്ട് ഓഫ് എക്സ്. ഇതാണ് ഇതിന്റെ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ. എഫ് എന്ന് പറയുന്ന ഗ്രാഫ്, എക്സ് ക്യൂബിന്റെ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ. ഇവിടെ നമുക്ക് y ഈക്വൽ ടു എക്സ് എന്ന് പറയുന്ന ലൈന് സിമെട്രിക്കൽ ആയിട്ട് വരിക, റിഫ്ലക്ഷൻ, അതിന്റെ റിഫ്ലക്ഷൻ ആയിട്ടാണ് ഇവിടെ വരിക. ദാറ്റ് ഈസ് y ഈക്വൽ ടു എഫ് ഇൻവേഴ്സ് ഓഫ് എക്സ് ഈക്വൽ ടു ക്യൂബിക് റൂട്ട് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷന്റെ ഗ്രാഫാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ദെൻ തേർഡ് എക്സാമ്പിള്, y is equal to f of x equal to x square. നമുക്ക് കോമൺ ആയിട്ട് എല്ലാവർക്കും അറിയുന്നതാണ് എക്സ് സ്ക്വയർ എന്ന് പറയുന്ന ഫംഗ്ഷന്റെ ഗ്രാഫ്. ഒരു പരാബോള ആണെന്ന് അറിയാം. ചെറുപ്പം തൊട്ട് നമ്മൾ +1 +2 മുതൽ പഠിക്കുന്ന ഒരു എലമെന്ററി ഫംഗ്ഷൻ ആണ് എക്സ് സ്ക്വയർ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഇവിടുന്ന് എന്ത് കിട്ടും, എക്സ് ഇസ് ഈക്വൽ ടു +or-√y ബിക്കോസ് സ്ക്വയർ ആണ്. സോ +or-√y എന്ന് വരും. ദിസ് ഫംഗ്ഷൻ ഡസ് നോട്ട് ഗീവ് എക്സ് ആസ് എ ഫംഗ്ഷൻ ഡിഫൈൻഡ് ഫോർ ഓൾ y ഫോർ 2 റീസൺസ്. ഇവിടെ എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ
എക്സ് എന്ന് പറയുന്നത് എല്ലാ വൈക്കും പോസിബിൾ അല്ല ഇവിടെ. കാരണം അതിന് 2 റീസൺ ആണ് പറഞ്ഞിട്ടുള്ളത്. y ലെസ് ദാൻ 0 ആവുകയാണെങ്കിൽ ദ സ്ക്വയർ റൂട്ട് ഓഫ് y ഈസ് നോട്ട് ഡിഫൈൻഡ്. ഓക്കെ, y ഒരു നെഗറ്റീവ് ആവുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ പറയുന്നത് കംപ്ലീറ്റ്ലി റിയൽ നമ്പേഴ്സ് ആണ്. സോ y ലെസ് ദാൻ 0 ആവുന്ന സമയത്ത് സ്ക്വയർ റൂട്ടിനുള്ള നെഗറ്റീവ് നമ്പർ വരും. ദാറ്റ് ഈസ് y ഈസ് നോട്ട് ഡിഫൈൻഡ്. അത് കോംപ്ലക്സ് നമ്പർ ആയിരിക്കും. പക്ഷെ നമ്മൾ ഇവിടെ എടുക്കുന്നത് സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് ആണ്. ഇഫ് y ഗ്രേറ്റർ ദാൻ 0, the two choices of positive or negative sign give two different values for x. y ഗ്രേറ്റർ ദാൻ 0 ആണെന്നുണ്ടെങ്കിൽ 2 ചോയ്സസ് വരും. ദെൻ അപ്പോൾ ഇവിടെ സെറ്റ് ഓഫ് ഓൾ എല്ലാ y വാല്യൂസിനും എന്തല്ല ഈ ഗ്രാഫ് ഡിഫൈൻ ചെയ്യുന്നില്ല. ഇനി ഇവിടെ നോക്കിയാൽ മനസ്സിലാവും നമുക്ക്. ഇവിടെ പോസിറ്റീവ് ആക്സിസിലാണ് y ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ. അതിന്റെ y സ്ക്വയർ ഈക്വൽ ടു എക്സ്, അതായത് എക്സ് ഈസ് ഈക്വൽ ടു അപ്പൊ ഈ ഒരു കേസിൽ, അതായത് നമ്മൾ ഇവിടെ ഡിഫൈൻ ചെയ്ത സെറ്റ് ഓഫ് ഓൾ എക്സ് വാല്യൂസിന് ഇവിടെ പോസിബിൾ അല്ല. അതിന്റെ ഒറിജിനൽ ഇതിന്റെ ഗ്രാഫ് ഇവിടെ എത്തിയിട്ടില്ല. ഇത് y ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയറിന്റെ അതിന്റെ സിമെട്രിക്കൽ ഗ്രാഫും y സ്ക്വയർ ഈസ് ഈക്വൽ ടു എക്സും ഗ്രാഫാണ്. പക്ഷെ നമുക്ക് ഇവിടെ എന്തല്ല ഫംഗ്ഷൻ ഇൻവേർട്ടിബിൾ ആവണം. നമ്മൾ ഇൻവേഴ്സ് ഫംഗ്ഷൻസിന്റെ എക്സാമ്പിൾസ് ആണ് പറയുന്നത്. സോ ഇത് ഇൻവേർട്ടിബിൾ ആവണം എന്നുണ്ടെങ്കിൽ ഇതിന്റെ ഡൊമൈൻ നമ്മൾ റെസ്ട്രിക്ട് ചെയ്യണം. ഈ ഫംഗ്ഷന്റെ ഡൊമൈൻ റെസ്ട്രിക്ട് ചെയ്യും. അങ്ങനെ റെസ്ട്രിക്ട് ചെയ്യുന്ന സമയത്ത് y ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ, ദാറ്റ് ഈസ് എക്സ് ബിലോങ്സ് ടു 0 ടു ഇൻഫിനിറ്റി ആക്കിയിട്ട് നമ്മൾ റെസ്ട്രിക്ട് ചെയ്യും. അതായത് മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എന്ന് പറയുന്ന സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സിനെ നമ്മൾ റെസ്ട്രിക്ട് ചെയ്ത് പോസിറ്റീവ് 0 ടു ഇൻഫിനിറ്റി ആക്കും. അതേപോലെ ഇവിടെയും എന്താക്കും, കാരണം ഇവിടെ നെഗറ്റീവ് റൂട്ടിനുള്ളിൽ വരാൻ പാടില്ല. സോ എക്സ് ബിലോങ്സ് ടു റൂട്ട് 0 ടു ഇൻഫിനിറ്റി. അപ്പൊ ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ അതിന്റെ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ വരുന്നത് അത് നിങ്ങൾ വരച്ചു വെക്കണം. ദാറ്റ് ഈസ് ഇതാണ് ഇതിന്റെ ഒറിജിനൽ ഗ്രാഫ് വരിക. നമ്മൾ ഡൊമൈൻ റെസ്ട്രിക്ട് ചെയ്തതിന് ശേഷമുള്ള ഗ്രാഫാണ് y ഈസ് ഈക്വൽ ടു ദാറ്റ് ഈസ് എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്ന് വരും. അപ്പൊ ഇതിന്റെ ഇൻവേഴ്സ് ഫംഗ്ഷന്റെ ഗ്രാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതാണ് ഇൻവേഴ്സ് ഫംഗ്ഷന്റെ ഗ്രാഫ് വരിക. ദാറ്റ് ഈസ് y ഈസ് ഈക്വൽ ടു എഫ് ഇൻവേഴ്സ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു റൂട്ട് എക്സ്. ഇതാണ് ഇൻവേഴ്സ് ഫംഗ്ഷന്റെ ഗ്രാഫ് വരുന്നത്, എഫും എഫ് ഇൻവേഴ്സും. ഇത് എഫിന്റെ ഗ്രാഫ്, ഇത് എഫ് ഇൻവേഴ്സിന്റെ ഗ്രാഫ്. The domain minus infinity to 0 would do as well. ഇതും നമുക്ക് ചെയ്യാം. മൈനസ് ഇൻഫിനിറ്റി ടു 0 എന്ന് പറയുന്ന ഇന്റർവൽ, ഒന്നല്ലെങ്കിൽ 0 ടു ഇൻഫിനിറ്റി അല്ലെങ്കിൽ മൈനസ് ഇൻഫിനിറ്റി ടു 0, അതും നമുക്ക് എടുക്കാം. This led to the inverse function g of x is equal to minus root x. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് അതിന്റെ ഇൻവേഴ്സ് ഫംഗ്ഷൻ എന്ന് പറയും. ഇപ്പൊ ഇവിടെ പോസിറ്റീവ് സൈഡ് എടുത്തപ്പോൾ നമുക്ക് കിട്ടിയ എഫ് ഇൻവേഴ്സ് ഓഫ് എക്സ് എന്ന് പറയുന്നത് പ്ലസ് റൂട്ട് എക്സ് ആയിരുന്നു. ദാറ്റ് ഈസ് ജി ഓഫ് എക്സ് ഈക്വൽ ടു പ്ലസ് റൂട്ട് എക്സ്. ഈ ഇന്റർവൽ ആണ് എടുക്കുന്നതെങ്കിൽ നമുക്ക് അവിടെ കിട്ടുന്ന ഇൻവേഴ്സ് ഫംഗ്ഷൻ, അതായത് എഫ് ഇൻവേഴ്സ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു മൈനസ് റൂട്ട് എക്സ് ആണ് കിട്ടുന്നത്. രണ്ടും എടുക്കാം. അടുത്ത സെക്ഷൻ പറയുന്നത് ദ എക്സിസ്റ്റൻസ് ഓഫ് എൻ ഇൻവേഴ്സ് ഫംഗ്ഷൻ. എപ്പോഴാണ് നമ്മളൊരു ഫംഗ്ഷന് ഇൻവേഴ്സ് ഉണ്ടെന്ന് പറയുക, അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ എഫ് ഇൻവേർട്ടബിൾ ആണെന്ന് എപ്പോഴാണ് പറയുക, അതാണ് ഇവിടെ പറയാൻ പോകുന്നത്. ഫസ്റ്റ് അതിന്റെ ഒരു ഡെഫിനേഷൻ പറയുന്നുണ്ട്. എ ഫംഗ്ഷൻ എഫ് വിത്ത് ഡൊമൈൻ ഡി ഈസ് 1 to 1 ഇഫ് നോ ടു നമ്പേഴ്സ് ഇൻ ഡി ഹാവ് ദ സെയിം ഇമേജ്. ഇത് പഠിച്ചിട്ടുള്ള കാര്യമാണ്. ഫംഗ്ഷൻസ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫംഗ്ഷൻസ് നമ്മൾ പറഞ്ഞതാണ്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫംഗ്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ഫംഗ്ഷൻ, ഓൺ ടു ഫംഗ്ഷൻ. ഒരു ഫംഗ്ഷൻ 1 ഓൺ ടു ആണെന്നുണ്ടെങ്കിൽ അത് ബൈജക്റ്റീവ് ഫംഗ്ഷൻസ് ഇൻവേർട്ടിബിൾ ആണ്. ഇത്രയും ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമ്മൾ ചെറിയ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. 1 ഫംഗ്ഷൻ, ഓൺ ടു ഫംഗ്ഷൻ, ഇത് രണ്ടും സാറ്റിസ്ഫൈ ചെയ്യുന്നതാണ് ബൈജക്റ്റീവ് ഫംഗ്ഷൻ. ഒരു ഫംഗ്ഷൻ ബൈജക്റ്റീവ് ആണെങ്കിൽ അത് ഇൻവേർട്ടിബിൾ ആണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയാണ് പഠിച്ചിട്ടുള്ളത്. ഇവിടെ പറയാൻ പോകുന്നത് എ ഫംഗ്ഷൻ എഫ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ എന്താണ് 1 to 1 അല്ലെങ്കിൽ 1 എന്നുള്ളതിന്റെ ഡെഫിനേഷൻ ആണ് ഇവിടെ ആദ്യം പറയുന്നത്. എഫ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ വിത്ത് ഡൊമൈൻ ഡി, ഇത് 1 to 1 ആവണമെന്നുണ്ടെങ്കിൽ നോ ടു നമ്പേഴ്സ് ഇൻ ഡി ഹാവ് ദ സെയിം ഇമേജ്. ഓക്കെ, ഡൊമൈനിലുള്ള ഏതെങ്കിലും 2 എലമെന്റ്സ് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ സെയിം ഇമേജ് വരാൻ പാടില്ല. ഫോർ എക്സാമ്പിൾ
ഇങ്ങനെ നമ്മളൊരു രണ്ട് ഗ്രാഫ് ആരോ ഡയഗ്രാം വെച്ച് കാണിക്കുകയാണെങ്കിൽ ഇത് എ ഇത് ബി രണ്ട് സെറ്റ് ഇവിടെ ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാണ്. അപ്പൊ ഇത് ഒരു 1-1 ഫംഗ്ഷൻ ആണെങ്കിൽ 1 2 3 4 എന്നെടുക്കാം. ഇവിടെ എ ബി സി എന്നെടുക്കാം. ഇവിടെ 1-1 ഫംഗ്ഷൻ ആവണം എന്നുണ്ടെങ്കിൽ ഇതിലെ രണ്ട് അതായത് ഡിഫറെന്റ് എലമെന്റ്സ് ഓഫ് എ ഷുഡ് ഹാവ് ഡിഫറെന്റ് ഇമേജസ് ഇൻ ബി. അതാണ് 1-1ന്റെ ഡെഫിനേഷൻ. അപ്പൊ ഇവിടെ 1ന് എ കൊടുക്കാം, അതേപോലെ 2ക്ക് ബി കൊടുക്കാം, 3ക്ക് സി കൊടുക്കാം, 4ന് നമുക്ക് ഇവിടെ വേറെ ഒന്നും കൂടി ഇടാം 4D. ഇതാണ് 1-1 ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം ഇതിലെ രണ്ട് എലമെന്റ്സിന് സെയിം ഇമേജ് വരാൻ പാടില്ല. ഡിഫറെന്റ് എലമെന്റ്സ് ഓഫ് എ ഷുഡ് ഹാവ് ഡിഫറെന്റ് ഇമേജസ് ഇൻ ബി. അപ്പൊ അതിനെ നമ്മൾ ഇതാണ് അതിന്റെ ജോമെട്രിക്കൽ മീനിങ്. നമ്മൾ മാത്തമാറ്റിക്കലി പ്രോബ്ലം ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ ഇതാണ്. x1 നോട്ട് ഈസ് ഈക്വൽ ടു x2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ഡിഫറെന്റ് ഡിസ്റ്റിങ്ക്ട് എലമെന്റ്സ്. ഫോർ എക്സാമ്പിൾ 1ഉം 2 എടുക്കാം. ഇംപ്ലൈസ് f of x1 നോട്ട് ഈസ് ഈക്വൽ ടു f of x2. അതായത് അതിന്റെ കറസ്പോണ്ടിങ് ഇമേജ് ദാറ്റ് ഈസ് എയും ബിയും. ഫോർ ഓൾ x1 x2 ബിലോങ്സ് ടു D. അതായത് ഡൊമൈൻ D എന്ന് മീൻസ് ഇവിടുന്ന് തുടങ്ങുന്ന, അപ്പോൾ ഇവിടെ ഡൊമൈൻ D. ഇവിടെ നമ്മൾ ഡൊമൈൻ A ആയിരിക്കും. ഇനി ഇതല്ലാണ്ട് നമ്മൾ ഇങ്ങനെ ചെയ്യാറുണ്ട്. ഇതിന്റെ ഇതേ സ്റ്റേറ്റ്മെന്റിന്റെ കോൺട്രാ പോസിറ്റീവ് ആണ് f of x1 is equal to f of x2 implies x1 is equal to x2. ഇങ്ങനെയും ചെയ്യാം. ഇതാണ് യഥാർത്ഥ മീനിങ്. അതിന്റെ കോൺട്രാ പോസിറ്റീവ് ആണ് ഇത്. രണ്ട് മെത്തേഡിൽ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. സാധാരണ നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്നത് ഇതാണ്. ദെൻ നെക്സ്റ്റ് പറയുന്നത് ഇപ്പൊ എന്താണ് 1-1 ഫംഗ്ഷൻ ആവേണ്ട കണ്ടീഷൻ മാത്രമേ ആയിട്ടുള്ളൂ ആ ഡെഫിനേഷനിൽ. ഇനിയാണ് എക്സിസ്റ്റൻസ് തിയറം, ദ എക്സിസ്റ്റൻസ് ഓഫ് എൻ ഇൻവേഴ്സ് ഫംഗ്ഷൻ. അതാണ് ഇൻവേഴ്സ് ഫംഗ്ഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്ന തിയറം. ഇതാണ് സ്റ്റേറ്റ്മെന്റ്. എ ഫംഗ്ഷൻ ഹാസ് എൻ ഇൻവേഴ്സ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഇറ്റ് ഈസ് 1-1. അപ്പൊ ഇനി ഒരു ഫംഗ്ഷൻ തന്നിട്ട് അത് ഇൻവേഴ്സ് ആണോ അല്ലയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെക്ക് ചെയ്താൽ മതി? അത് 1-1 ഫംഗ്ഷൻ ആണോ എന്ന് ചെക്ക് ചെയ്താൽ മതി. ഒരു ഫംഗ്ഷൻ 1-1 ആണോ എന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് 1-1 ആണെങ്കിൽ ഫംഗ്ഷൻ എന്തുണ്ട്? ഇൻവേഴ്സ് ഉണ്ട്. അങ്ങനെ ചെക്ക് ചെയ്താൽ മതി. അല്ലെങ്കിൽ ഇനി ഒരു ഫംഗ്ഷൻ 1-1 ആണെങ്കിൽ അതിനൊരു ഇൻവേഴ്സ് ഉണ്ട്. ഇൻവേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 1-1 ആണ്. ഇഫ് ആൻഡ് ഓൺലി ഇഫ് കണ്ടീഷൻ ആണ്. ഇനി ഇതിന്റെ പ്രൂഫാണ്. പ്രൂഫ് നമുക്ക് രണ്ട് സൈഡ് ചെയ്യാനുണ്ട്. കാരണം ഇഫ് ആൻഡ് ഓൺലി ഇഫ് കണ്ടീഷൻ ആയതുകൊണ്ട് രണ്ട് പാർട്ട് വരും. അപ്പൊ പ്രൂഫ് നോക്കാം. ഫസ്റ്റ് നമ്മൾ അസ്യൂം ചെയ്യേണ്ടത് ഈ സൈഡ്. ഇപ്പൊ ഇതിനെ നമുക്ക് ഈ ഒരു സൈഡിനെ നമുക്ക് എ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇതിനെ നമുക്ക് ബി ആയിട്ട് കൺസിഡർ ചെയ്യാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? എ ഇംപ്ലൈസ് ബിയും ചെയ്യണം, കോൺവേഴ്സ്ലി ബി ഇംപ്ലൈസ് എയും ചെയ്യണം. എന്നാൽ മാത്രമേ ഇതിന്റെ പ്രൂഫ് കംപ്ലീറ്റ് ആവുള്ളൂ. രണ്ട് സൈഡും ചെയ്യണം. അപ്പൊ ഫസ്റ്റ് നമ്മൾ അസ്യൂം ചെയ്യേണ്ടത് ദ ഫംഗ്ഷൻ എ ഫംഗ്ഷൻ എഫ് ഹാസ് എ ഇൻവേഴ്സ്. അപ്പൊ ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുക. Let f be a function which has an inverse. Which has an inverse. f എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ട്, അതിനൊരു ഇൻവേഴ്സ് ഉണ്ട്. Then by definition, കാരണം ഒരു ഫംഗ്ഷൻ ഇൻവേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഡെഫിനേഷൻ പ്രകാരം നമുക്ക് എന്ത് പറയാം? there exists. ഞാൻ സിമ്പിൾസ് കൂടുതൽ യൂസ് ചെയ്യുന്നുണ്ട്. നമ്മൾ മാത്തമാറ്റിക്കൽ ലോജിക് ഓൾറെഡി ഫസ്റ്റ് സെമ്മിൽ പഠിച്ചതാണ്. അപ്പോൾ അതിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള സിമ്പിൾസ് ആണ്. there exists a function g defined on the range of f such that g of f of x is equal to x for every x in the domain of, ഇവിടെ നിങ്ങൾ ഇവിടെ ഏതാണോ അതാണ് എക്സിന്റെ ഡൊമൈൻ എന്ന് പറയുന്ന ഡൊമൈൻ ഫംഗ്ഷൻ. എക്സ് ഇൻ ദ ഡൊമൈൻ ഓഫ് എഫ്. അപ്പോ എന്തെടുത്ത്? എഫ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ എടുത്തു, അതിന് ഇൻവേഴ്സ് ഉണ്ട്. ദെൻ ബൈ ഡെഫിനേഷൻ അവിടെ ഒരു ജി എന്ന് പറയുന്ന ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജി എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ അവിടെ ഉണ്ട്, ഡിഫൈൻഡ് ഓൺ ദ റേഞ്ച് ഓഫ് എഫ് സച്ച് ദാറ്റ് ജി ഓഫ് എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ് ഫോർ എവരി എക്സ് ഇൻ ദ ഡൊമൈൻ ഓഫ് എഫ്.
അപ്പോൾ ഇത് നമ്മുടെ ഇതിൽ നിന്ന് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതിൽ നിന്ന് എടുത്തു. നൗ let x1 and x2 be any two elements of the domain of f. എഫിന്റെ ഡൊമൈനിലെ രണ്ട് എലമെന്റ്സ് ആണ്. എഫ് എന്ന് പറയുന്ന ഫംഗ്ഷന്റെ ഡൊമൈനിലെ രണ്ട് എലമെന്റ്സ് ആണ് x1ഉം x2. then g of f of x1 is equal to x1 and g of f of x2 is equal to x2. g of f of x1 is equal to x1 and g of f of x2 is equal to x2. ഓക്കെ, കാരണം എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഇൻവേഴ്സ് ഉണ്ട്, അതിന്റെ ഇൻവേഴ്സ് ആണ് ജി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ജി ഓഫ് എഫ് ഓഫ് എക്സ് വൺ എന്ന് പറഞ്ഞാൽ x1 ആയിരിക്കും, ജി ഓഫ് എഫ് ഓഫ് x2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ x2 ആയിരിക്കും, ബിക്കോസ് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നതുകൊണ്ട്. ഓൾസോ x1 നോട്ട് ഈസ് ഈക്വൽ ടു x2 ഇംപ്ലൈസ്, ഇവിടെ നമ്മൾ ഇനി നമ്മൾ 1-1 കണ്ടീഷൻ, ഇതുവരെ ഡെഫിനേഷൻ പ്രകാരം എത്തി. ഇനി 1-1ന്റെ കണ്ടീഷൻ പ്രൂവ് ചെയ്യാൻ നോക്കുകയാണ്. 1-1ന്റെ കണ്ടീഷൻ എന്തായിരുന്നു? x1 നോട്ട് ഈസ് ഈക്വൽ ടു x2 എന്ന നമ്മുടെ അസംഷൻ, ഹൈപ്പോത്തസിസ്. ആൻഡ് കൺക്ലൂഷനിലേക്ക് എത്തണമെങ്കിൽ എഫ് ഓഫ് x1 നോട്ട് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് x2 എന്ന് കിട്ടണം. അപ്പൊ അതിലേക്ക് എത്താൻ വേണ്ടി ആദ്യം നമ്മൾ ഈ ഒരു കണ്ടീഷൻ എടുക്കുകയാണ്. ദെൻ x1 ഈസ് ഈക്വൽ ടു ജി ഓഫ് എഫ് ഓഫ് x1 നോട്ട് ഈസ് ഈക്വൽ ടു ജി ഓഫ് x2 മീൻസ് ജി ഓഫ് എഫ് ഓഫ് x2. ഇവിടെ നമുക്കറിയാം ജി എന്ന് പറയുന്നത് ജി ഓഫ് എഫ് ഓഫ് x1 എന്ന് പറയുന്നത്, ജി എന്ന് പറയുന്ന ഫംഗ്ഷൻ ഇൻവേഴ്സ് ഉള്ള ഫംഗ്ഷൻ, ഇൻവേർട്ടിബിൾ ആണ്. ഓക്കെ, ജി എന്ന് പറയുന്നത് എഫിന്റെ ഇൻവേഴ്സ് ആണ്. അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് ജി ഓഫ് എഫ് ഓഫ് x1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫ് ഓഫ് x1 നോട്ട് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് x2 എന്ന് കിട്ടും. ദാറ്റ് ഈസ് എഫ് ഓഫ് x1 നോട്ട് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് x2. അപ്പൊ ഇവിടുന്ന് എന്ത് കിട്ടി? x1 not is equal to x2 implies f of x1 not is equal to f of x2, which is the condition of a 1-to-1 function. Hence f is 1-to-1. അപ്പോ ഒരു പാർട്ടേ പ്രൂവ് ചെയ്തിട്ടുള്ളൂ. നമ്മളിവിടെ എഴുതി വെച്ചതിലെ a implies b ആയി. ഇനി ഇതേപോലെ b implies a. b implies a പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം എന്ത് ചെയ്യുക? കോൺവേഴ്സ്ലി ഇവിടെ നമ്മൾ അസ്യൂം ചെയ്യേണ്ടത് ബി പാർട്ട്. ലെറ്റ് എഫ് ബി എ 1-to-1 ഫംഗ്ഷൻ. കാരണം 1-to-1 ആണെന്ന് അസ്യൂം ചെയ്യുക. ദെൻ വി ഹാവ് ടു ഷോ ദാറ്റ് എഫ് ഹാസ് എൻ ഇൻവേഴ്സ്. സോ എഫ് ബി എ 1-to-1 ഫംഗ്ഷൻ വിത്ത് ഡൊമൈൻ ഡി. Since f is 1-to-1, for every y in the range of f 1-to-1 ആയതുകൊണ്ട് തന്നെ there exists a unique x belongs to D such that y is equal to f of x. Because f is a 1-to-1 function, therefore there exists a unique x belongs to D such that y is equal to f of x. Now define g by g of y is equal to x. Then g is a function on the range of f. Okay, y is the range of f. y is equal to f of x. f ന്റെ റേഞ്ച് ആണ് y എന്ന് പറയുന്നത്. സോ g എന്ന് പറയുന്നത് f ന്റെ റേഞ്ചിൽ ഡിഫൈൻ ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ ആണ്. ബിക്കോസ് g യുടെ ഡൊമൈൻ എന്ന് പറയുന്നത് y ആണ്. y is the range of f. And
y is equal to f of x if and only if x is equal to g of y. ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ അതിന്റെ മീനിങ് നമ്മൾ 1-to-1 ഡെഫിനീഷന്റെ ഭാഗത്ത് എഴുതിയിട്ടുണ്ട്. y is equal to f 1-to-1 അല്ല, ഇൻവേഴ്സ് ഫംഗ്ഷന്റെ ഡെഫിനീഷനിൽ എഴുതിയിട്ടുണ്ട്. y is equal to f of x if and only if x is equal to g of y എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതിന്റെ മീനിങ് f as an inverse എന്നാണ്. ദാറ്റ് ഈസ് എഫിന്റെ ഇൻവേഴ്സ് ആണ് g എന്ന് പറയുന്നത്. ഹെൻസ് g is the inverse of f. That is g is equal to f inverse. Therefore f as an inverse. അപ്പൊ ഇതാണ് ഇതിന്റെ പ്രൂഫ് വരുന്നത്.